കറുപ്പും വെള്ളയും ചുവപ്പുമായി 19 കരുക്കൾ നിരത്തിയ ചതുരപ്പലക. അതിൽ സ്ട്രൈക്കർ അടിച്ചു തെറിപ്പിക്കുന്നതോടെ കളി തുടങ്ങും. പിന്നെ കടുത്ത പോരാട്ടമാണ്. ആ കളികൾക്കൊക്കെ ജീവൻ നൽകുന്ന മരത്തിന്റെ ക്യാരം ബോർഡ് തേടി ആളുകൾ കോഴിക്കോട്ടെ ഭട്ട് ക്യാരംസിലേക്ക് എത്തും. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ നിർമ്മാണ സ്ഥാപനം ഇന്ന് നടത്തുന്നത് ഭട്ട് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന മുനീറും മുസമ്മിലുമാണ്. യന്ത്രങ്ങൾ ക്യാരം ബോർഡ് നിർമ്മാണത്തിൽ മാർക്കറ്റ് വാഴുന്ന ഇക്കാലത്ത് ഇങ്ങ് കോഴിക്കോട് കല്ലായിപ്പുഴയുടെ തീരത്ത് ഒരു ക്യാരം ബോർഡ് നിർമ്മാണശാലയുണ്ട്, ഭട്ട് ക്യാരംസ്. ഇത് ഭട്ട് എന്ന് പറഞ്ഞൊരു ഫാദർ അറിയപ്പെടുന്ന ഒരു ഭട്ട് എന്നാണ്. ഫാദറിൻ്റെ ചെറുപ്രായത്തിലാണ് ഈ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം ഒരു കാർപ്പൻറ്ററെ വെച്ചിട്ട് ഈ ചെറിയ ഹാൻഡ്മെയ്ഡ് ലെവലിൽ ഒരു 1-2 ബോർഡ് ഉണ്ടാക്കി തുടങ്ങിയതാണ്. അദ്ദേഹം കളിക്കാരനായിരുന്നു, ക്യാരം ബോർഡ് കളിക്കുന്ന ആളാണ്. അപ്പോൾ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അങ്ങനെ ഭട്ടിക്ക എന്നാണ് വിളിക്കാറ്. ആ പേര് ഉത്ഭവിച്ചിട്ടാണ് അദ്ദേഹം ബോർഡിന് തന്നെ ഭട്ട് എന്നുള്ള പേര്. ഉപ്പൻ്റെ പേര് അറിയപ്പെട്ടത് ഭട്ട് എന്നുള്ള പേര് തന്നെയാണ്. അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് വർക്ക് എടുക്കുന്നത്. മുമ്പ് വീട്ടിൽ നിന്നായിരുന്നു ഉണ്ടാക്കിയത്. അന്ന് ഈ മരം ഇതൊക്കെ പുറത്തുനിന്ന് ചിപ്പിലടിച്ച് കൊണ്ടുവരാറാണ്. ഞങ്ങളങ്ങനെ ചെറിയ രീതിയിൽ ഇത് റെൻറ്റിനെടുത്തു. ഇവിടെ വെച്ച് തന്നെ എല്ലാ വർക്കും ചെയ്യുന്നത്. 2 പണിക്കാരുണ്ട്, അവരാണ് മെഷീൻ വർക്കും മറ്റൊക്കെ ചെയ്യുന്നത്. ഒരേപോലെ അന്നും ഇന്നും കൈ കൊണ്ട് തന്നെയാണ് വരക്കുന്നതും പേപ്പറിങ് ഫിനിഷിംഗ് ഒക്കെ ചെയ്യുന്നത്. ആ ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകുന്നതിനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നിലനിന്ന് പോകാൻ കഴിയുന്നത്. ഞാനും ബ്രദറും എടുക്കുന്നുണ്ട്, അതുപോലെ 2 പണിക്കാരുണ്ട്. 4 ആൾ കൂടി വർക്ക് എടുത്താലും ഒരു ദിവസം മാക്സിമം 8-9 ബോർഡേ തീരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓർഡറാണ് എടുക്കാറും. ഇത് മരം വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, സിലിഗുരി. ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം രാവിലെ ഫസ്റ്റ് വർക്ക് വരുന്നത് മരം ചിപ്പിലടിക്കുക. അത് കട്ടിങ്ങിൻ്റെ രീതിയിൽ പണിക്കാർക്ക് ആയിക്കോട്ടെ കഴിഞ്ഞാൽ അവരാണ് കട്ട് ചെയ്യുന്നതും പിന്നെ മെഷീനിൽ കട്ട് ചെയ്യണം. അതിലെ കൊത എടുത്തിട്ട് അത് ഫ്രെയിം കൂട്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ആ സമയത്ത് തന്നെ പ്ലൈവുഡ് കളറടിച്ച് ഡ്രോയിങ് ചെയ്ത് വെച്ചാൽ അതിന് ശേഷം ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളാണ് ചെക്ക് ചെയ്യുക. മെഷർമെൻറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രയലും നോക്കിയിട്ടാണ് ബോർഡ് പാർട്ടിക്ക് കൊടുക്കുക ഫിറ്റിങ് കഴിഞ്ഞ ശേഷം. ബ്രദറാണ് കമ്പനി തുറക്കുന്നത്. രാവിലെ 6 മണിക്ക് ബ്രദർ തുറക്കും. പിന്നെ പണിക്കാർക്കുള്ള ഫുള്ള് സാധനം സെറ്റാക്കി കൊടുക്കുന്നതൊക്കെ ബ്രദറാണ്. അത് കഴിഞ്ഞാൽ ഞാൻ 8 മണിക്കേ വരാം. ഞാൻ 5:30 വരെ ഉണ്ടാവും. ഞാൻ കമ്പനിൻ്റെ ഉള്ളിലാണ്. പുറത്ത് മാർക്കറ്റിങ്, കളക്ഷന്, പർച്ചേസിങ് ഒക്കെ ബ്രദറിൻ്റെ ഇൻചാർജാണ്. ഞാനിത് സ്കൂൾ പഠിക്കുമ്പോൾ SLC എക്സാം കഴിഞ്ഞു. ആ റിസൾട്ട് വരുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിലാണ് ഇപ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വരക്കാനാണ് പഠിച്ചത്. പിന്നെ കൂടെ ആദ്യം വർക്ക് ഞങ്ങൾക്ക് ക്യാരം ബോർഡിൽ ഏറ്റവും ഈസിയുള്ള വർക്ക് വരയാണ്. ഈ ബോർഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഒരു ക്വാളിറ്റി കൂടുന്നതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം വരും. 1500 രൂപ മുതൽ 3500 രൂപ വരെ ഉണ്ട്. അത് കസ്റ്റമറെ താല്പര്യത്തിനനുസരിച്ച് അവരെ റേറ്റ് പ്രശ്നമില്ലാതെ കസ്റ്റമർ നല്ല ബോർഡാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റി കൂട്ടിയിട്ട് അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് കൊടുക്കുന്നതാണ്. അവർ ചെറിയൊരു മാർജിൻ വെച്ചിട്ടൊക്കെ അവർ ചെയ്യണം. പിന്നെ അവരുടേതായ ഒരു ബിസിനസ് ലെവലിൽ അത് ഏത് കമ്പനി ഷോപ്പ് ഏത് കമ്പനീൻ്റെ സാധനമായാലും ഷോപ്പിൽ എത്തുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഇവിടെയും ഷോപ്പായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞങ്ങളിവിടെ കൊടുക്കുന്നത് ക്വാളിറ്റി ഡിഫറൻ്റ് ആയിട്ടാണ്. അത് നല്ല സ്മൂത്ത്നെസ് ബോർഡാണ്. പിന്നെ ലൈഫ് ലോങ് അത് നമുക്ക് ഒരു കുറേ കാലം ഈട് നിൽക്കും. നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത കുട്ടികൾക്ക് കളിച്ച് പഠിക്കാൻ വേണ്ടി ആ ബോർഡ് തന്നെ കൈമാറാൻ പറ്റും. അതിൽ വേറെ ഒന്നും വരുന്നില്ല. നിങ്ങളത് പിന്നെ ബോർഡ് കൊണ്ടുപോയാൽ സ്റ്റാൻഡ് കറക്റ്റ് ചെയ്യുക, അത് വെക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ബോർഡ് പിന്നെ എന്താ സ്റ്റാൻഡ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബോർഡും പറ്റില്ല. അപ്പോൾ ബെൻഡാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ വെള്ളം തട്ടാതെ നനയാതെ നോക്കുക. ഇപ്പോൾ ക്ലബ്ബിലേക്കാണെങ്കിൽ കൂടുതലും ക്ലബ്ബിലാണ് ലാസ്റ്റ്. പക്ഷേ ക്ലബ്ബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ വരുന്ന കളിക്കാർ ഒരു വർഷം 2 വർഷം ആകുമ്പോൾ അവർക്ക് അത് ബോർഡ് ചേഞ്ച് ചെയ്യാനുള്ള താല്പര്യം വരും. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് സെക്കൻഡ് ഹാൻഡായിട്ട് വീടുകളിൽ കളിക്കാൻ കൊടുക്കുന്ന രീതിയിൽ അവിടെ നിന്ന് വിട്ടിട്ട് ഞാൻ പുതിയ ബോർഡാകും. വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ കെയറിങ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബോർഡ് 2 മാസം സ്കൂൾ വെക്കേഷൻ മറ്റേ കളിച്ച് അവർ ഒരു മാസം ഇടും. അപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും നശിച്ചു പോകും.
പക്ഷേ എന്തായാലും കെയർ ചെയ്ത് കൊണ്ടാണെങ്കിൽ ഒരു 5-6 വർഷത്തേക്ക് നല്ല ബോർഡ് കിട്ടും. ക്വാളിറ്റി ബോർഡ് ഒരു 5-6 വർഷത്തേക്ക് ചിന്തിക്കേ വേണ്ട. പൂർണ്ണമായും ഹാൻഡ്മെയ്ഡായി ക്യാരം ബോർഡുകൾ നിർമ്മിക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം. ബോർഡുകൾക്കെല്ലാം നല്ല ഈട് ലഭിക്കും. ഒപ്പം എന്ത് പ്രശ്നം വന്നാലും റിപ്പയർ ചെയ്ത് തിരികെ നൽകുകയും ചെയ്യും. അതുതന്നെയാണ് ബട്ട് ക്യാരംസ് തേടി ആളുകൾ ഇവിടേക്ക് എത്താനുള്ള കാരണവും. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. യന്ത്രങ്ങൾ അരങ്ങുവഴുന്ന ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് കൈക്കരത്തിന്റെയും ആ ഒരു പെർഫെക്ഷന്റെയും ഗുണവും ബലവും കൊണ്ട് തന്നെയാണ് ബട്ട് ക്യാരംസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ ആ ഗുണമൊന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് ആ ചായം പൂശുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അത് ഉപയോഗിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് നല്ല മിനുസമാണ്, ഒരുപാട് കാലത്തെ ഈട് നിൽക്കുമെന്നും. ഇത്രത്തോളം പഴക്കമുള്ള ഒരു ക്യാരം ബോർഡ് നിർമ്മാണ കേന്ദ്ര സംസ്ഥാനത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയാണ്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് തത്സമയം. അഞ്ജന, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഒരുപാട് മനോഹരമാക്കിയ ക്യാരം ബോർഡ് കളി അങ്ങനെയൊന്നും ആരും മറക്കാൻ വഴിയില്ല. ഇപ്പോഴും അതേ മരത്തിന്റെ ക്യാരം ബോർഡ് അന്വേഷിച്ച് ആളുകൾ ആ കടയിലേക്ക് എത്തുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നതിന്റെ കാരണം ആ ഒരു പെർഫെക്ഷൻ തന്നെയാണ്, അതിന്റെ ഗുണം തന്നെയാണ്. ഒരുപാട് വർഷങ്ങളോളം ഈട് നിൽക്കും. ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്കും അത് കൈമാറാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ ഒരു മരത്തിന്റെ മണം അത് കരുക്കൾ തട്ടുമ്പോൾ കിട്ടുന്നതിന് ഒരു പ്രത്യേക സുഖം തന്നെയാണല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലവും അവധിക്കാലവും ഒക്കെ മനോഹരമാക്കിയതിൽ ക്യാരംസ് കളിക്ക് വലിയൊരു പങ്കുണ്ട്. പണ്ട് കാലത്തൊക്കെ ക്ലബ്ബുകളെ സജീവമായി നിർത്തിയിരുന്നതും ഇത്തരത്തിലുള്ള ക്യാരംസ് കളികളായിരുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായ ഇഷ്ടമാണ് ക്യാരംസ്. ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോണിൽ ഈ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ അതായത് ഈ ബട്ട് ക്യാരംസിൽ നിന്നും ലഭിക്കുന്ന ക്യാരം ബോർഡ് കളിക്കുന്ന ഒരു സുഖം അതിനൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഈ ക്യാരം ബോർഡ് വാങ്ങി ഉപയോഗിച്ച് കളിച്ചു നോക്കിയിട്ടുള്ള ആളുകൾ പറയുന്നത്. ഒരു 65 വർഷത്തോളം പഴക്കമുണ്ട് കല്ലായി പുഴയുടെ തീരത്തെ ഈ ബട്ട് ക്യാരംസിന്. അദ്ദേഹത്തിൻ്റെ വാപ്പയായിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അന്നൊക്കെ ഓരോന്ന് വീതമായിരുന്നു ദിവസം ഉണ്ടാക്കുന്നത്. അതായത് ചിലപ്പോൾ ഒരു ക്യാരം ബോർഡേ ഉണ്ടാക്കുമായിരുന്നുള്ളൂ. പക്ഷേ 60 വർഷങ്ങൾക്കിപ്പുറം കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇപ്പോൾ അവർ ദിവസേന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് 8-9 ക്യാരം ബോർഡുകളാണ്. അത്രത്തോളം തന്നെ അവർക്ക് അത് വിറ്റു പോകുന്നുമുണ്ട്. പല ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ ബട്ട് ക്യാരംസ് അന്വേഷിച്ച് കല്ലായി പുഴയുടെ തീരത്തേക്ക് എത്താറുണ്ട്. നല്ല വിറ്റുവരവുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴും അറിയാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നുമൊക്കെയാണ് ഇതിന് വേണ്ട മരം എത്തിക്കുന്നത്, പ്ലൈവുഡ് ആയാലും എത്തിക്കുന്നത്. ഏതായാലും പ്രൊഫഷണൽ ആവശ്യത്തിനുൾപ്പെടെയുള്ള ക്യാരം ബോർഡുകൾ ഈ ബട്ട് ക്യാരംസിൽ നിന്ന് ലഭിക്കും. അത് വിവിധ ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിക്കുന്നതൊക്കെ. ക്ലബ്ബുകൾക്ക് വേണ്ട രീതിയിലാണെങ്കിൽ അങ്ങനെ, അതല്ലാതെ ഇത്തരത്തിൽ വീടുകൾക്ക് വേണ്ട രീതിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ നിർമ്മിക്കും. എന്തായാലും വലിയൊരു പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണത്. ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 65 വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ബട്ട് ക്യാരംസിൽ പോകാം. ബട്ട് ക്യാരം ബോർഡിന് ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ വാങ്ങണം എന്ന് മനസ്സിലുള്ളവർ നേരെ കോഴിക്കോട്ടേക്ക് വിട്ടാൽ മതി.